നേരത്തെ പറഞ്ഞ വമ്പൻ സ്രാവുകളൊക്കെ ആ ഒരു വമ്പൻ ടൈപ്പുമായി മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ, അതായത് നായികമാർ മണ്ടത്തരം ചെയ്യുന്നു എന്നൊരു സംഭവം ഉണ്ടോ? ട്രോളന്മാരല്ല, വിജയിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകരാണ് സിനിമ എല്ലാ കാലത്തും എപ്പോഴും. അത് കൊള്ളാം, നായികമാർ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു. അപ്പൊ അതായത് അവർക്ക് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ്. അങ്ങനെ ഒരു മകൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് ഒരു നല്ല അഭിനേതാവ് എന്ന് അറിയപ്പെടണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവർക്കൊന്നും അധികം വെല്ലുവിളികളാകാതെ. സാധാരണ ഈ സിനിമ പ്രൊഡ്യൂസർമാർക്ക് അല്ലെങ്കിൽ ഡയറക്ടർമാർക്ക് അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ ഒരു ആശങ്ക നൽകിക്കുക സിനിമ ഇറങ്ങുന്ന ആ 2 ദിവസം. പക്ഷെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു. എന്താണ് നിങ്ങൾ എത്ര ഒരു കോൺഫിഡൻസിന് കാരണം? സിനിമ ഇറങ്ങി 2-3 ദിവസമായി. ഇപ്പം ഞങ്ങൾ ഇന്നലെ തൊട്ട് ഹൗസ്ഫുൾ ഷോസ് വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഞങ്ങളുടെ മൊത്തം ആത്മവിശ്വാസത്തിന് കാരണം. എല്ലാവരെയും പോലെ ഞങ്ങൾക്ക് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ആശങ്കയുണ്ടായിരുന്നു, വിഷമ, ടെൻഷൻ. പോക്കറ്റ് നിറയുന്നല്ല, അങ്ങനെയും പറയാം. ആളുകൾ സിനിമ അതെ അത്രയും വലിയ വിജയം പോലെയല്ല. പക്ഷെ ഞങ്ങളുടെ സിനിമ പതുക്കെ പിക്ക് ചെയ്ത് വരുമായിരുന്നു. അതായത് ആദ്യത്തെ ദിവസത്തെ ആൾക്കാരുടെ ഞങ്ങൾ ഒരുപാട് പണം മുടക്കി പ്രൊമോഷൻ ഒരുപാട് ചെയ്തിട്ടില്ല. അപ്പം ആളുകൾ പറഞ്ഞറിഞ്ഞ് ആളുകൾ വന്നു തുടങ്ങി. ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ മാറ്റിനികൾ നിറയുന്നു. തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് ഉച്ചക്കത്തെ മാറ്റിനികളിൽ അത്യാവശ്യം ആളുണ്ട് എന്ന് എല്ലായിടത്തു നിന്നും വിളിച്ചു പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം. കൂടുതൽ സിനിമകൾ ചെയ്യുന്നതും ഈ ഇപ്പോൾ ട്രോളന്മാർ അങ്ങനെ പറയുന്നതും, അത് നെഗറ്റീവ് ഒരാളെ കളിയാക്കാൻ ഒരു അവസരം കിട്ടുമ്പം അതറിയാം. ട്രോളന്മാരല്ല, വിജയിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകരാണ് സിനിമ എല്ലാ കാലത്തും എപ്പോഴും. അതുണ്ടാവാം. അതെ, അപ്പം വിജയിപ്പിക്കുന്നത് പ്രേക്ഷകരാണ് എപ്പോഴും. പ്രേക്ഷകരുടെ അഭിപ്രായം, പബ്ലിസിറ്റി തന്നെയാണ് എല്ലാ സിനിമയും വിജയിപ്പിക്കുന്നത്. എനിക്ക് പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ ഒരു ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പേരിനെ ഒരു പാർട്ട്നേഴ്സ് ആണോ എന്നുള്ളൊരു ഫീലിംഗ് കൂടെ ഉണ്ട്. ആണ്. ഞങ്ങൾ ഒരുപാട് ഇപ്പം ഈ സിനിമ ഈ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഈ സിനിമ. അപ്പോൾ ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ല സൗഹൃദം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പം ഈ ഇരിക്കുന്ന 4 പേരാണെങ്കിലും ഒരു 7 വർഷത്തെ സൗഹൃദം ഈ സിനിമയ്ക്ക് മുമ്പുണ്ട്. മുമ്പേ സൗഹൃദമുള്ളവരാണ്. സഞ്ജുവിനാണെങ്കിലും ദിനേശിനാണെങ്കിലും നീരജയാണെങ്കിലും ഞങ്ങൾ ഈ സിനിമയ്ക്ക് മുമ്പേ ഒരു 7 വർഷം തൊട്ടുള്ള പരിചയമാണ് എല്ലാവരും. അപ്പം അതിൻ്റെ ഒരു പരിചയം ഞങ്ങളുടെ ബോഡി ലാംഗ്വേജിലും ഞങ്ങളുടെ സൗഹൃദത്തിലും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതായിരിക്കും ഇടയ്ക്ക് പറയുന്നത്. ഈ പലരും പറയും നടന്മാർ ഡേറ്റ് കൊടുക്കില്ല, നടന്മാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, നമുക്ക് സബ്ജക്റ്റുമായിട്ട് ചെയ്യാൻ നമുക്ക് ആക്ടേഴ്സ് വേണ്ട, അവർ പലരും ഡേറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഇതൊന്നും ഡേറ്റ് കൊടുക്കുന്ന ഒരാളാണ് ധ്യാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാരെല്ലാവരും ധ്യാൻ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം പിന്നെ ഒരു ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അയാൾക്ക് കിട്ടുന്ന സിനിമകൾ, ഏറ്റവും നല്ല സിനിമകൾക്കനുസരിച്ച് അയാൾ ജഡ്ജ് ചെയ്യപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന സിനിമകൾ ഇതാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ വേണം, അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ സിനിമകളെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഇതിന് ഒരുപാട് സിനിമകൾ വരുന്നു. ആ സിനിമകളിൽ ഇപ്പം വിജയിച്ച സിനിമകൾ ഇപ്പം ഇതിന് മുമ്പിറങ്ങിയ ഇതിനിടയ്ക്ക് ഉടൽ എന്ന് പറയുന്നൊരു സിനിമ സക്സസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതെനിക്കൊന്ന് കഴിഞ്ഞ വർഷമോ മറ്റോ ആണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ എനിക്കൊന്ന് 80 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. നദികൾ സുന്ദരി യമുന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഏതൊരു ആക്ടറിൻ്റെ ഗ്രാഫ് നോക്കുമ്പോഴും വർഷത്തിലൊരു ഹിറ്റെങ്കിലും ഉണ്ടാവണം. അതങ്ങേർക്കുണ്ട്. പിന്നെ ഈ വരുന്ന സിനിമകൾ അദ്ദേഹം സെലക്ട് ചെയ്യുന്നതോ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അടുത്തുനിന്ന് എൻ്റെ അടുത്തോട്ട് സിനിമകൾ വരുന്നു. അവർ വരുമ്പോൾ ഞാൻ എന്തിനാണ് വന്നു കയറിയ മഹാലക്ഷ്മിയെ തട്ടിക്കളയുന്നതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹിറ്റ് സിനിമകളിലോ അല്ലെങ്കിൽ നല്ല സിനിമകളിലോ മാത്രം അഭിനയിക്കുള്ളൂ എന്ന് തീരുമാനിക്കാനും നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന ഓടണമെന്നില്ല. അപ്പം നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് തോന്നുന്ന പോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മളിപ്പം പുതിയ കുറച്ച് നാളായിട്ട് നമ്മുടെ തിയേറ്ററിലേക്ക് വലിയ തോതിൽ ആൾക്കാരെ ആവാഹിക്കാനെന്ന് തന്നെ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പ്രേക്ഷകരെ ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മാസ്മരിക രീതിയിലോട്ട് മലയാള സിനിമ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം തോന്നിയിട്ടുള്ളത്? മറ്റേ ഈ കോവിഡിന് ശേഷം OTT വന്നതോടുകൂടി നമ്മളെല്ലാവരും പറഞ്ഞു തിയേറ്റർ അവസാനിച്ചു, തിയേറ്ററിൽ ഇനി സിനിമകളോട്. അതെ. അപ്പോൾ തിയേറ്ററുകൾ ഇനി വയബിൾ അല്ല
എന്ന് പറഞ്ഞ് നമുക്കിവിടെ വലിയ സംഘടനാപരമായിട്ട് പല പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം OTT വന്നത് ഭയങ്കര പ്രശ്നമാണെന്നുള്ള രീതിയിൽ. പക്ഷേ അതിനൊക്കെ മാറിക്കൊണ്ട് വീണ്ടും തിയേറ്ററാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുമാനം പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നു. അതിന് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ല സിനിമകൾ വന്നതും നല്ല സംവിധായകർ വന്നതും നല്ല കണ്ടൻറ്റുകൾ വന്നതും. അപ്പോൾ അത് വാണിജ്യപരമായിട്ട് നമുക്ക് വയബിൾ ആവാൻ തുടങ്ങി. അതായത് നമ്മൾ പല മാർക്കറ്റും എനിക്ക് തോന്നുന്നത് ഈ കോവിഡിൻ്റെ പീരീഡിൽ ഈ എഴുത്തുകാർക്കൊക്കെ ഒരുപാട് ഒറ്റയ്ക്കിരുന്ന് എഴുതാനും ചിന്തിക്കാനൊക്കെ ഉള്ള സമയം ചെറുതായിരിക്കും. മറ്റേതങ്ങനെയല്ല, ഈ സിനിമ എന്ന് പറയുമ്പോൾ പരക്കം പാച്ചിലാണ്, നമ്മൾ ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ അടുത്ത് ഇറങ്ങിയൊരു സിനിമയുടെ റൈറ്റർ റോണിയോട് ചോദിച്ചു, റോണി കണ്ണൂർ സ്ക്വാഡിന് ശേഷം ഇനി എഴുതുന്നില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു എഴുതാൻ ഇപ്പം ഇല്ലടാ, അത് കുറേ സമയം ആ കോവിഡിൻ്റെ സമയത്ത് കുറേ സമയം കിട്ടി. അപ്പോൾ നമ്മൾക്ക് അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റി. ശുചി ഇനിയും കോവിഡ് വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സംഭവം ശരിയായിരിക്കും. പക്ഷേ അതല്ല, നമ്മളുടെ ഒരു ജനറേഷൻ ഓഫ് ആൾക്കാർ ഭയങ്കരമായിട്ട് സിനിമയെ സ്നേഹിക്കുകയും നല്ല സിനിമകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. അത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സിനിമകളായിരിക്കരുത്, അത്രയും വലുപ്പത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും അതിങ്ങനെ നമ്മളുടെ ഒരു കേരളം എന്ന കൊച്ചു മാർക്കറ്റിനെ ഭേദിച്ചുകൊണ്ട് ഇപ്പം തമിഴിലാണെങ്കിലും കർണാടകയാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒക്കെ നമ്മുടെ സിനിമകൾക്ക് റീച്ചുണ്ട്. അത് നല്ല സൈനായിട്ട് വേണം കാണാൻ. നല്ല തീർച്ചയായിട്ടും നമ്മുടെ സിനിമ അതിർത്തികൾ കടന്ന് നേരത്തെയൊക്കെ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ വളരെ തുച്ഛമായിട്ട് 1-2 തിയേറ്ററുകളിലേക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കൂടിയത്. പക്ഷേ ഇപ്പോൾ മലയാള സിനിമ വലിയ തോതിൽ കർണാടകത്തിൽ നല്ല ഒരു സ്വീകാര്യത മലയാള സിനിമയ്ക്കുണ്ട്. നമ്മുടെ സമകാലിക സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന, അതായത് നമ്മുടെ കേരളത്തിൽ അനുശ്ചിതം നടക്കുന്ന ഒരു തട്ടിപ്പുകളൊക്കെ കേന്ദ്രീകരിച്ച് അല്ലേ, ബാങ്കിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പല തട്ടിപ്പുകൾ. പക്ഷെ ഇങ്ങനെ ഒരു കഥ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ? അല്ല, ഇതൊരു യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തിൻ്റെ പത്രവാർത്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത സിനിമയാണ്. ഒരു ബാങ്കിങ് മേഖലയിലുണ്ടായ ഒരു ബാങ്കിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം. പക്ഷേ അത് കുറച്ച് നാൾ മുമ്പാണ് നടന്നത്. കേരളത്തിലായിരുന്നില്ല, മറ്റ് തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തത്. പിന്നെ കാസർഗോഡ് നടന്ന മറ്റ് വേറെയും ചില യഥാർത്ഥ സംഭവങ്ങൾ രണ്ടും കൂടെ ഒരുമിപ്പിച്ചിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചെറിയ സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പോൾ വലിയ സിനിമകളെല്ലാം, വലിയ സ്റ്റാർ വാല്യൊക്കെ ഉള്ള സിനിമകളെല്ലാം OTT-യിലേക്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാനും കമ്പനികളെ സമീപിക്കാനും ഒക്കെ വലിയ പ്രത്യേക ആൾക്കാർ തന്നെ, ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന, അതായത് ഒരു നവാഗതനായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസർ ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്യും? എനിക്ക് തോന്നുന്നു ഈ വമ്പൻ സ്രാവുകളെല്ലാം ഈ പ്രതിസന്ധികളെല്ലാം തടം ചെയ്ത് തന്നെ വന്നവരാണ്. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം വൺ. നാളെ ഒരു വമ്പൻ സ്രാവായി മാറും എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സാധാരണക്കാരനും ഏതൊരു സാധാരണക്കാരനും സിനിമ എന്ന് പറയുന്നത് വിദൂരത്തെങ്ങോ എവിടെയോ നിൽക്കുന്ന ഒരു സ്വപ്നമാണ്. ലാലേട്ടൻ, മമ്മൂക്ക, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ഇങ്ങനെ ലിസ്റ്റിൻ സ്റ്റീഫൻ, ഇങ്ങനെ ആൻഡോട്ടൻ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണെന്നൊരു ചിന്തയാണ്. അപ്പോൾ എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഇത്തരം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഒരു സിനിമ എടുത്ത് കാണിക്കുമ്പോൾ അതിന് ഓഫ് കോഴ്സ് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ടൈപ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രയത്നിച്ച് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത് കരക്കെത്തിക്കുമ്പോഴാണല്ലോ നാളെയും എന്നെപ്പോലുള്ളവർക്ക് ഈ മേഖലയും പ്രാപ്യമാകുന്നത്. അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രമായി കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ വമ്പൻ സ്രാവുകളൊന്നും വരില്ല. അവരെല്ലാവരും ഒന്നിന് തുടങ്ങി തന്നെ വന്നതാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന നവോദയ അപ്പച്ചൻ സാറോ അല്ലെങ്കിൽ വമ്പൻ പുലികളുണ്ടായിരുന്നിടത്തിട്ട് കയറി വന്നവരാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവരും കയറി വരട്ടെ. കാരണം കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് പേര് ഇന്ന് അവസരങ്ങൾ കിട്ടാതെ അലയുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ വമ്പൻ സ്രാവുകളൊക്കെ ആ ഒരു വമ്പൻ ടൈപ്പുമായി മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ വരുമ്പോൾ, ഇപ്പം നവീനാണെങ്കിലും എനിക്കറിയാവുന്ന, ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിലാണ്. എനിക്കറിയാവുന്ന നവീൻ ഏതാണ്ടൊരു 10-25 വർഷമെങ്കിലുമായി സിനിമയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന അയാൾ അത്രയും അഭിവാഞ്ഛയോടെ സിനിമയെ സമീപിച്ചിട്ടും അയാൾക്ക് ഒരു ഡയറക്ടറാകാൻ സാധിക്കുന്നത്, അയാൾ നേരത്തെ ഇര ചെയ്തിട്ടുണ്ട്, എന്നിട്ട് തന്നെ ഇപ്പോൾ 4 വർഷത്തോളം ആവുന്നു. അപ്പോൾ അയാളൊരു ഡയറക്ടറായി മാറിയത് എന്നെപ്പോലെ മറ്റൊരു സാധാരണക്കാരനെ കണ്ടുപിട്ടിയപ്പോഴാണ്. ഇതുപോലെ ഒരുപാട് നല്ല സിനിമകൾ പിറവിയെടുക്കണമെങ്കിൽ, കാരണം വമ്പൻ സ്രാവുകൾക്ക് അവരുടേതായ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 600 കോടി മുടക്കിയ കൽക്കിയുമായാണ്
2-3 കോടി രൂപ മുടക്കിയ പാർട്ട്നേഴ്സിൻ്റെ യുദ്ധം എന്ന് ആരാണ്ട് പറഞ്ഞു കേട്ടു. പക്ഷേ ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല, കാരണം യുദ്ധം നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ അതിന് ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പടം ഇതുപോലെ സാധാരണക്കാർക്ക് ഇറക്കാൻ സാധിച്ചെങ്കിൽ ഇനിയും സാധാരണക്കാർക്ക് സിനിമയിൽ കഴിവുള്ളവർക്ക് ടാലൻസിന് മുന്നോട്ട് വരാനും ഒക്കെ സാധിക്കും. ഇത് സാധാരണക്കാരൻ്റെ സിനിമയാണ്, സാധാരണക്കാരൻ്റെ ജീവിതങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമയാണ്, ഒരു ഗ്രാമത്തിൻ്റെ സിനിമയാണ്. 5-6 പേര് കൂടിച്ചേരുന്ന, അവർ നേരത്തെ കൂട്ടുകാരായതല്ല, അവർ കൂടിച്ചേരുന്ന അവരുടെ വൈതരണികളെ തരണം ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഓരോ ദിവസം ചെല്ലും തോറും കാണികളുടെ അളവ് കൂടിക്കൊണ്ടുവരുന്നത്, ഓഡിയൻസിൻ്റെ അളവ് കൂടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ വരുന്നതിൽ. അപ്പം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സിനിമകൾ വരട്ടെ. നായിക എന്നുള്ള നിലയ്ക്ക് ഈ സിനിമ സെറ്റിലിനിടയ്ക്കുള്ള ചില തമാശകൾ സിനിമയെക്കാട്ടിലും കൂടുതൽ ചിരിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും സെറ്റിലേക്ക് നമ്മൾ ഈ ഷൂട്ടിംഗ് സെറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ സിനിമയെ കണ്ടതിനപ്പുറം പല തമാശകളും അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മനസ്സിൽ ഓർമ്മിക്കത്തക്ക തരത്തിലുള്ള ഒരു സംഭവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ സിനിമയിലെ ഞാൻ പറയാം എന്നോടാണ് ചോദ്യം. ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസിന്റെ പേരായി അഭിനയിച്ച സാറ്റ്ന ടൈറ്റസ് ആണ് നായിക. അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സിൽ 5 പേരായി ദേവിക രാജേന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ലീഡാണ്, അതും നായികയാണ്. ഞാൻ സഞ്ജു ശിവറാമിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. നിങ്ങൾക്ക് നായികയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക, എനിക്കൊരു പ്രൗഡാണ് അത് തീർച്ചയായിട്ടും. പിന്നെ ഈ ചോദിച്ച ഇതിലേക്ക്, അതായത് നമ്മൾ ഫൺ മൊമെൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളും അല്ല, അത് നമ്മൾ എന്തായാലും നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന പോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും. എനിക്ക് തോന്നിയത് പെട്ടെന്ന് എനിക്കൊരു ഫണ്ണായിട്ടല്ല, ഇപ്പം ഞാൻ ധ്യാൻ ചേട്ടൻ്റെ കാര്യമാണ്. അതായത് ശരിക്കും നമ്മൾ ഈ ഇൻ്റർവ്യൂസിലൊക്കെ നേരത്തെ കാണുമ്പം ഭയങ്കര ലൈവായിട്ട് ഭയങ്കര സരസനായിട്ടാണ് നമ്മൾ കാണാറ് പുള്ളീനെ. അപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ അനുഭവം, മാസ്റ്റർ പീസ്, മമ്മൂക്കയുടെ കൂടെ ഉണ്ടായ അനുഭവം മറക്കാൻ പറ്റില്ല. കാര്യം അത്രയും വലിയൊരു മഹാനടനോട് അഭിനയിച്ചപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കയറി ഒരു തമാശ പറയാനോ ഒന്നിനും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു പേടിയും ഒക്കെ ഉണ്ടാകും, ഒരു ബഹുമാനവും എല്ലാം കൂടെ ചേർന്നൊരു വികാരമാണ്. അവരത്രയും വലിയ നടനം. അപ്പം ആ സെറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പം ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസ് നമുക്ക് എല്ലാവരോടും, ഇപ്പോൾ ഇന്നലെ വന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇത്രയും നാളം ഉള്ളവരാണെങ്കിലും എല്ലാവരോടും ഒരേപോലെ അവർ ബിഹേവ് ചെയ്ത് ഭയങ്കര ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ അവർ വന്ന് നോർമലായി ബിഹേവ് ചെയ്ത് പോകുന്നു, നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. അത് എനിക്കൊരു എന്താ പറയുക, ഒരു പുതിയ അനുഭവമായിരുന്നു. കാര്യം അത്തരത്തിലുള്ള നടന്മാരുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ കൂടുതൽ ജനകീയമായി മാറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഉണ്ടായ ഫൺ മൊമെന്റ്സ് പറഞ്ഞാൽ ഫൺ മൊമെന്റും ഉണ്ട്, നല്ലതും മോശം എല്ലാം. അബദ്ധങ്ങളോ അങ്ങനെ അബദ്ധങ്ങളൊന്നുമില്ല. പിന്നീട് നമുക്കെന്താ പറയാ, അല്ല നമുക്കിപ്പോൾ ഓരോ സിനിമകൾ കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ നന്നായി ചെയ്യണമെന്ന് തോന്നും പിന്നീട് വരുമ്പം. അപ്പം ഇനി മറ്റൊരു സെറ്റിൽ എന്താ പറയുക, കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്. ചിലതൊക്കെ നമുക്ക് എന്താ പറയുക, ചില മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് പറ്റും, പക്ഷെ നമുക്ക് പറയാനും പറ്റില്ല. മണ്ടത്തരങ്ങളും എന്താ പറയുക, നല്ല കാര്യങ്ങളെല്ലാം എല്ലാ സെറ്റിലും നടക്കുന്ന പോലെ എല്ലാത്തങ്ങനെ ഉണ്ട്. അങ്ങനെ അല്ല അതും ഞാനിങ്ങനെ ആലോചിക്കരുത്. നായിക എന്ന് പറയുമ്പോഴത്തേക്കും മണ്ടത്തരം അല്ല. അപ്പൊ എനിക്കൊരു സംശയം, അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ, അതായത് നായികമാർ മണ്ടത്തരം ചെയ്യുന്നു എന്നൊരു സംഭവം ഉണ്ടോ? അങ്ങനെയല്ല, അതല്ല ആ ചോദ്യം. ഇപ്പം ചേട്ടൻ അങ്ങനെയല്ല, ഞാൻ പറയട്ടെ. ചേട്ടൻ വെച്ചത് നായിക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് ലേഡി ക്യാരക്ടറൊക്കെ മണ്ടത്തരം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നത്, സാധാരണ എല്ലാ സിനിമകളിലും സ്ത്രീകൾ അവർ കുറച്ച് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അതെന്താ അങ്ങനെ? അത് കൊള്ളാം, നായികമാർ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു. അപ്പൊ അതായത് അവർക്ക് ഒരു പൊതുവിജ്ഞാനം കുറവാണെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, ചർച്ച പൊരിച്ച മീനിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ? അതെ, ഇത് നമ്മൾ കോൺട്രോവേഴ്സിയിലേക്ക് പോവാണ്. നമ്മൾ നായികമാർ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്. അല്ല, മണ്ടത്തരം ഞാൻ പറയട്ടെ, അങ്ങനെയല്ല, മണ്ടത്തരമല്ല, ഫൺ മൊമെന്റ് ആണ്. അതെ, ഫൺ മൊമെന്റ്സ്, തമാശകൾ. അതെ, അല്ല ഞാൻ പറയാം, അങ്ങനെ തമാശകൾ ഞാൻ പറയില്ല. അങ്ങനെ എന്താ പറയാ, എല്ലാം രസമായിട്ട് പോയത്. അങ്ങനെ ഒരു ഇന്ന മൊമെന്റ് ഇന്നിപ്പോ പറഞ്ഞില്ലേ, പറയാൻ പറ്റാത്തെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാം. അത് പല സെറ്റിലൊക്കെ നമുക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാല്, ഇപ്പം ചിലപ്പോൾ നമ്മളുടെ ഒരു സീനിന്റെ കാര്യത്തിലാകാം, പല കാര്യത്തിലായിരിക്കാം. അപ്പം പക്ഷെ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്താലും ഇതിനകത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അല്ലേ? ഒന്നൊരു വളർച്ചയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുന്നിട്ട് അതെല്ലായിടത്തും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ. മാത്രമല്ല
സിനിമ പബ്ലിക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് അത് കൂടുതൽ വിവാദമാണ്. അതെ അതെ നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയിരുന്നാലും പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നാലും ഏത് ജോലി ആയിരുന്നാലും എല്ലാ സ്ഥലത്തും പ്രശ്നക്കാരാണ്. റോഡിൽ ഇറങ്ങിയാലും നമ്മുടെ വീട്ടിൽ പോലും പ്രശ്നക്കാരാണ്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ സഞ്ജുചേട്ടനൊക്കെ ആണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആളുകളായിരുന്നു. ഇവർ രണ്ടുപേരും ദിനേശ് ചേട്ടനും ആർട്ടിസ്റ്റാണ് ഇതിനകത്ത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും ഇത്തരം ഫൺ മൊമെന്റ് മണ്ടത്തരങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അവരോട് ചോദിക്കണേക്കും നല്ലത്. അതെ, അത് അവരോട് ചോദിക്കണേക്കും നല്ലത്, എന്നോട് ചോദിക്കണേക്കാളും കൂടുതൽ. പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം. അതെ രസകരമാണ്. ഞാനും അതിനൊരു ഫണ്ണെന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി എൻജോയ് ചെയ്തൊരു സെറ്റാണ്. അത് ധ്യാനം ആയിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയായിരുന്നു പാർട്ട്നേഴ്സ്. ഞാൻ അനീഷ് ഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറുണ്ട്. പിന്നെ ദേവകി രാജേന്ദ്രൻ, ദിനേശ് കൊല്ലപ്പള്ളി ഒരു ചാക്കോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എല്ലാ ദിവസവും സെറ്റിലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ധ്യാൻ്റെ ഒരു പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും അങ്ങനെ അധികം വന്നിട്ടൊന്നുമില്ല, വളരെ കുറവായിരുന്നു. അത് പക്ഷേ ഈ കഥകളൊക്കെ ഒരു പക്ഷേ ആദ്യമൊന്നുമല്ല, ഞങ്ങൾ ആ സമയത്ത് ഈ കഥകളെല്ലാം കേട്ടിരുന്നു, ധ്യാൻ്റെ കഥകൾ. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഭയങ്കര കൗതുകം തോന്നി. ധ്യാൻ കഥകൾ ഭയങ്കര രസമുള്ള കഥകളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരാളെ അല്ല ഭയങ്കര. ഇപ്പോൾ ധ്യാൻ എന്ന് പറയുന്നത് ഞാൻ അന്ന് പോലെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ധ്യാനിനെ പറ്റി ചോദിക്കും. ഞാൻ പറഞ്ഞത് വെച്ചാൽ ധ്യാനൊരു തുറന്ന പുസ്തകമാണ്. നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരും. അപ്പോൾ എന്ന് പറയുന്നത് ഈ കഥകൾ, ധ്യാൻ്റെ കഥകൾ ഇഷ്ടംപോലെ കഥകളാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. പക്ഷേ ഇതെങ്ങനെയാണ്, അത് വെറുതെ അതെങ്ങനെ വരും? പക്ഷെ അത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ പിന്നീട് ഇൻ്റർവ്യൂകളിലും കാണുമ്പോഴാണ് അത് എത്രത്തോളം അതിനെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ പക്ഷെ ധ്യാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല പേര് കൊടുത്ത് പറയും. നെപ്പോ സ്റ്റാർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ധ്യാൻ എനിക്ക് തോന്നുന്നത് ഒരു നെപ്പോ സ്റ്റാർ എന്നൊന്നും പറയാൻ അങ്ങനെയൊന്നും പറ്റുകയില്ല. അങ്ങനത്തെ ഒരു നെപ്പോട്ടിസം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ആരോപിക്കാനേ പറ്റാത്ത ഒരാളാണ്. കാരണം ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് എനിക്കൊന്ന് വീട്ടിൽ നിന്ന് മാറി, എത്രയോ കാലം വീട്ടിൽ നിന്ന് മാറിയിരുന്നു. 7-8 വർഷത്തോളം വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ചെന്നൈയിൽ നിന്ന ഒരാളാണ് ധ്യാൻ. നല്ല ഉഴപ്പനായിരുന്നു. ഈ പറയുന്ന ധ്യാൻ്റെ കഥകളിലെല്ലാം വില്ലൻ ധ്യാൻ തന്നെയാണ്. അപ്പം നമ്മൾ ചോദിക്കും, അത് ഭയങ്കര ചെറ്റത്തരല്ലേ കാണിച്ചതെന്ന് ചോദിക്കും. പറയാം, ആളിയ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ സുഖമായിട്ട് അങ്ങേർക്ക് മറയ്ക്കാനൊന്നുമില്ല. പുള്ളി ഉള്ളത് തുറന്നു പറയുന്നു, സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാം, ഒരു പ്രശ്നമില്ല, ഞാനങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പറയുന്നതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് ഒരു ലെജൻഡായിട്ടൊരു റൈറ്ററിനെ, ഒരു സംവിധായകനായിട്ട് നടനെയൊക്കെയാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയും ആലോചിക്കും, ശ്രീനിവാസൻ നീ ഇങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ല. അപ്പോൾ അതെ, ഇല്ലില്ല. അത് ആണെങ്കിലും വിനീതിനെ പറ്റിയിട്ടാണെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ്. അങ്ങനെ ഒരു മകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഇതെല്ലാം പുള്ളി അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഏറ്റവും മോശം റിസൾട്ടും അനുഭവിച്ചിട്ടുള്ള ആളാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വരുമാനമില്ല. വീട്ടിൽ നിന്ന് ഇപ്പം ഏതൊരു സാധാരണ അച്ഛനമ്മമാരുണ്ടായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇതങ്ങനെയൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലാതെ മാറി നിന്ന് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ ഒരു കോൾ സെൻറ്ററിലോ മറ്റോ ജോലി ചെയ്ത് എത്രയോ നാൾ സർവൈവ് ചെയ്തു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ അത്രയും അനുഭവവും കഥയുള്ള വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനപ്പോൾ പറയാം, അല്ലേ ഞാൻ നോക്കിക്കോ, ഞാൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതുന്നൊരു എഴുത്തുകാരൻ ഞാനായിരിക്കും എന്ന് പറയുന്ന അത്രയും കഥകൾ അയാൾക്കുണ്ട്. അത്രയും കഥകൾ അയാൾക്ക് പറയാനുള്ള കഴിവുണ്ട്. അത് ഭയങ്കര രസകരമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സുഹൃത്തായി ഇപ്പം പലരും പറയും ധ്യാൻ്റെ ഇൻ്റർവ്യൂവിലെ തഗ്ഗുകളും കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്ന പോലെയാണ് ധ്യാൻ്റെ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ധ്യാൻ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പം സ്പേസിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു ധ്യാനുണ്ട്, നക്ഷത്രങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു ധ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് സംസാരിക്കാൻ, ഭയങ്കര സമയം ചിലവഴിക്കാൻ എന്നാൽ അധികം നമുക്ക് കണ്ടു കിട്ടാത്ത ഒരാളാണ്. എപ്പോഴും തിരക്കാണ്, ഇന്നിപ്പം ഷൂട്ടിലാണ്. അപ്പം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഷൂട്ടാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തൊരു സെറ്റാണ്. നമ്മളെല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു സൗഹൃദം ഇപ്പോഴും തുടർന്നു പോകുന്നു. അതിപ്പം സിനിമയായിട്ട് പുറത്തിറങ്ങി. അതിനുശേഷവും ഞാൻ ധ്യാൻ്റെ ഒപ്പം 2 സിനിമകൾ ചെയ്തു. അപ്പോൾ അതെല്ലാം ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ്. കാരണം അതിനുശേഷം ഞാൻ കഥ പോലും ചോദിക്കാതെ, എന്താണെന്ന് പോലും ചോദിക്കാതെ പോയി അഭിനയിച്ചിട്ടുള്ള 2 സിനിമകൾ അത് ധ്യാൻ്റെ സിനിമകളാണ്. അത് ധ്യാനായതുകൊണ്ടാണ് നമ്മൾ പോയി ചെയ്തത്. ഇപ്പോൾ നിലവിലൊരു പ്രൊഡ്യൂസർ എന്നത് അതായത് നവാഗതനായ ഒരു
പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? അപ്പോൾ ഈ ആ സിനിമയിൽ തന്നെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ കാശിന്റെ ദാരിദ്ര്യം കൊണ്ട് അഭിനയിച്ചതാണോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ട് അതിനും ഒരു മറുപടി കാണാം. അല്ലാതെ അഭിനയത്തിന്റെ ദാരിദ്ര്യം കൊണ്ടാണോ നിങ്ങൾ പറഞ്ഞല്ലോ, അത് മതി. അതെ, അഭിനയത്തിലും കലയിലും ഞാൻ സമ്പന്നനാണ്. അതെ, ഓവർ കോൺഫിഡൻസോ സെൽഫ് കോൺഫിഡൻസോ എനിവേസ് ഇത് എൻ്റെ ആദ്യത്തെ സ്വതന്ത്ര നിർമ്മാണ ചിത്രമാണ്. ഇര എന്ന് പറയുന്ന സിനിമയിൽ, നവീൻ തന്നെ തിരക്കഥ എഴുതിയ സിനിമയിൽ ഞാനൊരു സഹനിർമ്മാതാവായിരുന്നു. പിന്നീട് മറ്റ് പല സിനിമകളുമായി കൂടിച്ചേർന്ന് സഹകരിക്കാനും മലയാളത്തിലെ തന്നെ വമ്പൻ പ്രൊഡ്യൂസേഴ്സും വമ്പൻ ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് ചേർന്ന് മറ്റ് സിനിമകളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു 3-4 സിനിമകൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട പാഠം വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ടീമായിരുന്നു അത്. ടെക്നിക്കൽ ടീമായാലും എല്ലാ തരത്തിലും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നവാഗത പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും നേരിട്ട് അറിയുകയും നേരിട്ട് ചെയ്യുകയും ചെയ്തു. സിനിമയിലെ ഓരോ മേഖലയും ഓരോ കാര്യവും പഠിക്കണമെന്നുള്ളതുകൊണ്ട് എൻ്റെ കണ്ണുകൾ എത്താവുന്നിടത്തെല്ലാം എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ടെക്നിക്കൽ ഏരിയാസൊക്കെ ഉള്ളിടത്തെല്ലാം എൻ്റെ കണ്ണുകൾ എത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അഭിനയമോഹവുമായി ആണ് ഞാൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു അഭിനേതാവായി അറിയപ്പെടുവാൻ വേണ്ടി മാത്രം സിനിമയുമായി ചേർന്ന് സഹകരിച്ച് തുടങ്ങിയതാണ് ഞാൻ. പണ്ട് ഡയറക്ടർ വൈശാഖ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സിനിമയെ സ്ക്രീനിലാണ് കാണുന്നത്, അഭിനേതാക്കളിലൂടെയാണ് ഒരു സിനിമയെ കാണുന്നത്. നീ ആരാധിക്കുന്നത് അഭിനേതാക്കളെയാണ്, പക്ഷേ നീ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് നീ സിനിമയിൽ വന്നതിന് ശേഷമേ നിനക്ക് സാധ്യമാകുന്നു. അപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നതിന് ശേഷം ഒരു നിർമ്മാതാവായി മാറപ്പെട്ട ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും അഭിനയം അങ്ങേയറ്റം ആഗ്രഹത്തോടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നു. അത് ഒരു നല്ല അഭിനേതാവ് എന്ന് അറിയപ്പെടണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവർക്കൊന്നും അധികം വെല്ലുവിളികളാകാതെ ഞാൻ എൻ്റെ ഭാഗം വളരെ മോശമായി ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല, നന്നായി ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കുശുമ്പുള്ളവർ മാത്രം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതാണ്. അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് മാത്രമല്ല, ആഗ്രഹം കൊണ്ട് കൂടിയാണ് ഞാനൊരു അഭിനേതാവായത്. ഇനിയും അടുത്ത ചിത്രങ്ങളും എന്താ പറയുക, കൂടുതൽ സിനിമയെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ മേഖലകളെക്കുറിച്ച് എല്ലാം പഠിച്ച് അങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ. അതിലും ഞാൻ അഭിനയിക്കും. തീർച്ചയായും. ഇനിയും ദാരിദ്ര്യമില്ലെങ്കിൽ ഇനി അഭിനയിച്ചു. അതെ. പിന്നെ എന്തായാലും ഈ സിനിമയുടെ പേര് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ പാർട്ട്നേഴ്സ് എന്നുള്ള പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ തുടർന്നും നിങ്ങളുടെ നല്ല നല്ല സിനിമകൾ, നിങ്ങൾ പാർട്ണറായിട്ടുള്ള പുതിയ സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്.